ഇവിടെ. ലോങ് വീക്കെൻഡ് ആണ്, ഈസ്റ്ററാണ്. അപ്പോൾ നമ്മൾ മോട്ടറിൽ പോവാണ് ഇച്ചിരി. റോഡിൽ വലിയ തിരക്കില്ല നിലവിൽ. ദുഃഖവെള്ളിയും കൂടെ ആയതുകൊണ്ടിട്ട് അറിയില്ല, പോയി നോക്കാം. ടൊറന്റോയിലൊക്കെ എത്തുമ്പോഴത്തേക്കും ചിലപ്പോൾ തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ എന്നാലും നോക്കാം നമുക്ക്. നമുക്ക് ഇവിടുന്ന് 6 മണിക്കൂർ 15 മിനിറ്റ് ആണ് കാണിക്കുന്നത് നിലവിൽ. ഏകദേശം 635 കിലോമീറ്റർ ആണ് നമുക്ക് കവർ ചെയ്യണം വൺ സൈഡ്. നമ്മൾ നേരെ ഇപ്പം രാവിലെ ഒരു 6:15 6:10 നമ്മൾ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ ഓൾറെഡി അവിടെ Airbnb ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ചെക്കിൻ ടൈം 3 മണിയാണ്. അപ്പോൾ നമ്മളിവിടുന്ന് 6 മണിക്കൂർ ഒരു അപ്രോക്സിമേറ്റ് നമ്മൾ ഒരു റെസ്റ്റ് ടൈമൊക്കെ എടുത്തിട്ട് നമ്മൾ ഓൺ റൂട്ടിൽ അവിടെ എവിടെയെങ്കിലൊക്കെ ഇടയ്ക്ക് ഒന്ന് നിർത്തി പോകുന്ന ടൈമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ എത്തത്തക്ക വിധത്തിലാണ് നമ്മളിപ്പോൾ നിലവിൽ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കി പോകുന്ന വഴി പറയാം. നല്ല മഴയാണ് പുറത്ത്. ഞാൻ കിച്ചണറിൽ നിന്ന് പുറപ്പെട്ടപ്പോഴത്തേക്കും കിച്ചണറിൽ 13 ടെമ്പറേച്ചർ. ഇപ്പോൾ ഇവിടെ ടൊറന്റോ എത്തിയപ്പോഴത്തേക്കും ഇവിടെ 8 നല്ല മഴയുണ്ട് പുറത്ത്, അസാധ്യമായിട്ടുള്ള മഴയാണ്. വലിയ ട്രാഫിക് ഇല്ല പുറത്ത്, വലുതായിട്ട് ട്രാഫിക് ഇല്ല. സൂര്യനെന്ന് കാണാൻ പറ്റില്ല, കാരണം നല്ല ഫോഗുണ്ട്. വേറൊരു കാര്യം 401 പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 401 ആണ് വൺ ഓഫ് ദി ബിസിയസ്റ്റ് ഹൈവേസ് ഇൻ നോർത്ത് അമേരിക്ക. ഇത് ഭയങ്കര നീളമാണ്, നല്ല ട്രാഫിക്കുമാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 6 വരിയാണ് വൺ സൈഡ്. ഇപ്പം നമ്മൾ പോകുന്നത് ഒരു പ്രത്യേകത എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാറിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെഷ്യൽ ലൈൻ കിട്ടും. കാരണം നമുക്ക് മറ്റ് കാറുകളോ അതേപോലെ ട്രാഫിക്കിലോ കിടക്കേണ്ട ആവശ്യം വരില്ല. അതായത് നമ്മൾ ഡ്രൈവർ അല്ലാണ്ട് നമ്മുടെ കൂടെ എക്സ്ട്രാ ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സ്പെഷ്യൽ ലൈൻ ഉണ്ട്. ആ ലൈനിൽ കൂടെയാണ് നമ്മളിപ്പോൾ നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ കാർ മാത്രമേ പോകുള്ളൂ. വേറെ ബൈക്ക് പറ്റില്ല, ലോറി പറ്റില്ല, ബസ് പറ്റില്ല, ട്രക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ ലൈനിൽ കൂടെ പോവില്ല. ഇവിടെ കൂടെ പോകുന്നത് 2-ൽ കൂടുതൽ പാസഞ്ചർ, 2-ൽ കൂടുതൽ പാസഞ്ചേഴ്സ് ഉള്ള വണ്ടികൾ മാത്രമേ ഈ ലൈനിൽ കൂടെ, ഈ സ്പെസിഫിക് ലൈനിൽ കൂടെ പോകുള്ളൂ. ആ ലൈനിന്റെ സിമ്പിളാണ് നമ്മൾ ആ മേളിൽ കാണുന്നത്. നമ്മളിപ്പോൾ പോർട്ട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ജസ്റ്റ് ഒരു പിറ്റ് സ്റ്റോപ്പ് എടുത്താണ്. വാഷ്റൂമിലൊക്കെ പോയി ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. ഇനി ഇവിടുന്ന് ഒരു 468 കിലോമീറ്ററിൻ്റെ അടുത്താണ്. 468 കിലോമീറ്റർ. സോ ഇപ്പം സാമാന്യം പ്രയാസമൊക്കെ വന്നു. നമ്മള് ടൊറന്റോ ഒക്കെ കഴിഞ്ഞു, നമ്മള് പോർട്ട് ഹോപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് 3.5 മണിക്കൂറും കൂടെ കവർ ചെയ്യാനുണ്ട് ഡ്രൈവ്. ഇനി ഏകദേശം 328 കിലോമീറ്റർ ആണ് നമുക്ക് ഇനി കവർ ചെയ്യുന്നത്. നമ്മൾ അടുത്ത പിറ്റ് സ്റ്റോപ്പ് നമ്മൾ ആലോചിക്കുന്നത് ഒഡീസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ അടുത്തൊരു ഒണ്ടാരിയോ ഓൺ റൂട്ട് ഉണ്ട്. അവിടെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്.
ഇവിടെ 2 ലൈൻ റോഡാണ്. ട്രാഫിക് വലുതായിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു ലോങ് വീക്കെൻഡ് ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ ആൾക്കാർ മോൺട്രിയല് ഡെസ്റ്റിനേഷൻ വെച്ചിട്ടുണ്ട് തോന്നുന്നു. കാരണം ഇഷ്ടംപോലെ വണ്ടികൾ പോകുന്നുണ്ട്, ഫാമിലീസ് ഉണ്ട്, കപ്പിൾസ്, അങ്ങനെ കുറെ ഇഷ്ടംപോലെ ആൾക്കാർ പോകുന്നുണ്ട്. റോഡ് വലിയ ജാംഡ് അല്ല, എന്നാലും pretty much packed ആണ്. സ്ലോ മൂവിങ് ട്രാഫിക് ഒന്നുമല്ല, എന്നാലും സാമാന്യം വണ്ടിയുണ്ട്. ഇവിടെ ഈ 2 ലൈൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ട്. നമുക്ക് ആ ഒരു ഫ്ലോയിൽ ഇല്ല, കാരണം ഒരു വണ്ടി ഫ്രണ്ടിലുള്ളത് കൊണ്ട് തന്നെ. അടുത്ത സ്റ്റോപ്പ് ഒഡീസിലെ ഓൺ റൂട്ട് ഏകദേശം അടുത്താണ്. ഏകദേശം ഒരു 15 കിലോമീറ്ററും കൂടെ ചെല്ലുമ്പോഴത്തേക്കും അവിടെ നിൽക്കാനാണ്. അവിടെ ഇറങ്ങി കുറച്ച് നേരം ഒന്ന് നടുവ് നിവർത്താനാണ് പ്ലാൻ. കേട്ടോ, 18 കിലോമീറ്റർ. നമ്മുടെ ചെക്ക് ഇൻ ടൈം 3 to 8 ആണ്. അപ്പം സമയം ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ ഓൺ ദ വേ എവിടെയെങ്കിലും ഒന്ന് നിർത്താം, ഒരു ജസ്റ്റ് എന്തെങ്കിലും പാർക്കിലെന്നൊക്കെ വിചാരിച്ച് നിന്നപ്പോഴത്തേക്കാണ് ഇവിടെ 1000 ഐലൻഡ് ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു ക്യാമ്പിംഗ് ഗ്രൗണ്ടാണ്, സെയിൻറ്റ് ലോറൻസ് ക്യാമ്പിംഗ് ഗ്രൗണ്ട്. അപ്പോൾ ഇവിടെ ഇഷ്ടംപോലെ പാർക്കിംഗ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ പാർക്കിംഗ് ഉണ്ട്. നമുക്ക് അങ്ങോട്ട് നടന്നു നോക്കാം. അത് ഫുള്ള് എനിക്ക് തോന്നുന്നത് ട്രെയിലാണോ അതോ ട്രെയിലാകാനാണ് സാധ്യത. എന്നാലും നമുക്കൊന്ന് നടന്നു നോക്കാം. കാണാൻ നല്ല രസമാണ്. ഇവിടെ ചെറിയ വീടൊക്കെ ഉണ്ട്, ഐലൻഡൊക്കെയാണ്. About that when you're down. Oh, it's normal to you, 'cause that sure ain't normal to me. And if I fall, what you know what to do. And if I'm caught up, but you stay. Boy, what's normal to you? Wow. കാണുന്നത് അതിനപ്പുറം ഈ ലേക്കിനപ്പുറം കാണുന്നത് US ആണ്. ഇതൊക്കെയാണ് 1000 ഐലൻഡ്സ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ സെയിൻറ്റ് ലോറൻസ് പാർക്ക് കണ്ടു, 1000 ഐലൻഡ്സ് ഒക്കെ കണ്ടു. ഇനി നമ്മൾ തിരിച്ച് ഓൺ ദ വേ ബാക്ക് ടു മോൺട്രിയൽ. ഇവിടുന്ന് 2.25 മണിക്കൂറും കൂടെ ഉണ്ട് മോൺട്രിയലിലേക്ക്. ബാക്കി ഓൺ ദ വേ പറയാം.
wanna blink until my eyes dry out of my sockets. I think I wanna stalk all of my homies in my space. I think I wanna rent an apartment, a school mattress, I'ma go and lay in the coffin and drink till I'm nauseous, and be so obnoxious. Probably live alone cause I don't have any options, yeah. I feel your brain, I see your brain, I know. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് എയർബിഎൻബി. ഒരു എയർബിഎൻബി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി ഇവിടെ വന്ന് ഇന്നത്തെ ദിവസം റെസ്റ്റാണ്. കാരണം ഇത്ര ഓടിച്ചു വന്നുകൊണ്ടിട്ട് ഇന്ന് റെസ്റ്റ് എടുത്ത് നാളെ മോൺട്രിയൽ കാണാം എന്നുള്ളൊരു രീതിക്കാണ് നിൽക്കുന്നത്. ഞാൻ വീട് കാണിച്ചു തരാവേ. I think my life is better when I'm celibate. Immediate attention is the best, and I surround myself with stress that I just gotta keep the pressure down. Yeah. I feel your brain, I see your brain. ഒരു ബെഡുണ്ട്, ഇവിടെ TV, ഇവിടെ ഞാൻ വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഫോണ്, വെള്ളം കുപ്പി, വെള്ളം മാറ്റാനുള്ള വെള്ളം കുപ്പി, അത് ഇത്. ഇവിടെ കിച്ചൺ, വാഷ്റൂം, ഇവിടെ ഒരു ചെറിയ വാർഡ്രോബ് സ്പേസ്, ക്ലീനിങ് ഒക്കെ. പിന്നെ മെയിൻ ബെഡ്റൂം. ഒരാൾക്ക് താമസിക്കുന്നത് ധാരാളമാണ്. ഇതിപ്പോൾ ഞാൻ റീഡിംഗ് ലൈഫ്, രാത്രി പുസ്തകം വായിക്കുന്നവർക്ക് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഒരു കാറ് ഫ്രണ്ടി കിടപ്പുണ്ട്. എനിക്ക് ഇവിടെ ഒരു പാർക്കിംഗ് വണ്ടി അവിടെ ഇട്ടുണ്ട്. നമുക്ക് 2 nights ആണ്, അതായത് 3-ാം തീയതി തൊട്ട് 5-ാം തീയതി വരെയാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്നത്. അതിന് ടാക്സും എല്ലാം ആയിട്ട് ടാക്സ് ഉൾപ്പെടെ മൊത്തം 3 ദിവസത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് 3-ാം തീയതി 4, 5 3 ദിവസത്തേക്ക് വന്നിരിക്കുന്നത്. ടാക്സ് ഉൾപ്പെടെ $309 ടാക്സ് ഉൾപ്പെടെ. അത് വലിയ കുഴപ്പമുള്ള കാര്യമല്ല, വലിയ കുഴപ്പമുള്ളതല്ല എന്നുള്ളൊരിതുണ്ട്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കടകളൊക്കെയാണ്. അപ്പം ഞാൻ വിചാരിക്കുന്നതിന് ഇപ്പോൾ ഇവിടെ വണ്ടി ഇട്ടിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തിട്ട് പോവാം, അവിടെ പോവാം എന്നുള്ളൊരു രീതിക്കാണ് നിലവിലിരിക്കുന്നത്. ബാക്കി വിശേഷം നമുക്ക് നാളെ കാണാം ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.